ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ പുറകിൽ കാണുന്ന വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിയേൻ്റെ കാർണിവലാണ്. കിയേൻ്റെ ലൈനപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റിംഗ് ടൈമുള്ളൊരു വണ്ടിയും കൂടിയാണ് കിയേൻ്റെ കാർണിവൽ വരുന്നത്. ഏകദേശം ഒരു വർഷത്തോളമാണ് ഈ ഒരു വണ്ടിക്ക് നമ്മുടെ വെയിറ്റിംഗ് ടൈം വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ വെയിറ്റിംഗ് ടൈം കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വെയിറ്റിംഗ് ടൈമിന് ഒരുപാട് ഫാക്ടറുകൾ ഉണ്ടാവും. പക്ഷേ അതിനകത്ത് ഏറ്റവും മേജർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടികൾക്കായിരിക്കും എപ്പോഴും നമ്മുടെ വെയിറ്റിംഗ് ടൈം കൂടുതലുണ്ടാവുക. അങ്ങനെ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ കിയേൻ്റെ കാർണിവൽ. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പറ്റീഷനായിട്ട് വരുന്ന വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടൊയോട്ടേൻ്റെ സിയന്നയും അതുപോലെ നമ്മുടെ ഹോണ്ടേൻ്റെ ഒഡീസയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് വരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിനകത്തോട്ട് വരുമ്പോഴത്തേനും ഒരുപാട് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫീച്ചറുകൾ വരുന്നുണ്ട്. അതുപോലെ ഫീച്ചറുകൾ മാത്രമല്ല നമുക്ക് ഈ വണ്ടിക്കകത്ത് വരുന്നത്, നല്ലൊരു എൻജിൻ വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് സ്പേസ് വരുന്നുണ്ട് ഈ വണ്ടിക്കകത്ത്. നമ്മൾ കൂടുതൽ പറയുന്നില്ല, അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെ വണ്ടീൻ്റെ സ്റ്റൈലിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് വരുന്നത് പ്രൊജക്റ്റ് ഹെഡ്ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് റിഫ്ലക്ടറൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ട് എൻഡാണ് വരുന്നത്. അതിനകത്ത് ഡേ ടൈം റണ്ണിങ് ലാമ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ഫോഗ് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ് വരുന്നുണ്ട്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ആയിട്ടും പ്രൊജക്റ്റ് ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. ഗ്രില്ലിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിലും വേറെ തന്നെ ഒരു എന്താ പറയുക, വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രിൽ ആണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. ഈ കാണുന്ന പോലെ തന്നെ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു കിയേൻ്റെ കാർണിവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെ നമുക്ക് എൻജിൻ ബേയിലേക്കൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് നല്ല വലിയ ലൈൻസ് വരുന്നുണ്ട് ഇതിൻ്റെ എൻജിൻ ബേയിൽ. അതുപോലെ നമുക്ക് ഈ ഒരു സൈഡ് പ്രൊഫൈലിലേക്കൊക്കെ വരുമ്പോഴത്തേനും ടയേഴ്സ് ആണ് നമുക്ക് ഇതിൻ്റെ ഒരു മേജർ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 19 ഇഞ്ചിൻ്റെ 235/55 R19 ആണ് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ വരുന്നത്. അതിനകത്തൊരു ബ്ലാക്ക് അലോയൊക്കെ കൊടുത്ത് വണ്ടിയൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ മൊത്തം മഞ്ഞാണ്. ചുറ്റും നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും മഞ്ഞുകൊണ്ട് മൂടിയൊരു ദിവസമാണ്. ഇവിടെയൊക്കെ ആയിട്ടാണ് നമുക്ക് ആ വീലാർച്ച് വരുന്നുണ്ട്. വീലാർച്ചൊക്കെ വളരെ ആ ഒരു വണ്ടി എന്താ പറയുക, MPV ആണെങ്കിൽ പോലും കുറച്ചും കൂടി ആ ഒരു അതിൻ്റെ ഒരു ലുക്കിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ അത് സഹായിക്കുന്നുണ്ട്. നമ്മൾ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഒരു ചെറിയൊരു സ്കീഡ് പ്ലേറ്റ് കാണാൻ പറ്റും നമുക്ക്. അതുപോലെ നമുക്ക് ഡോർ ഹാൻഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റീൽ ഫിനിഷോട് കൂടിയുള്ളൊരു ഡോർ ഹാൻഡിലാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് റിക്വസ്റ്റ് സെൻസേഴ്സ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് അതുപോലെ ഇതിൻ്റെ ഈ മിറേഴ്സ് ഒക്കെ ആണെങ്കിലും ബോഡി കളേർഡ് ആയിട്ടുള്ള മിറേഴ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കിത് ഇലക്ട്രോണിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് റോ ഡോറാണ് നമുക്ക് വരുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്കിതുപോലെ വളരെ ലക്ഷറി ആയിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അതിന് മുമ്പ് നമുക്ക് ഈ എക്സ്റ്റീരിയർ വിശേഷം നമുക്ക് തീർത്തിട്ട് പോവാം. ഇതുപോലെ നമുക്ക് ഇലക്ട്രോണിക്കലി ഇത് ക്ലോസ് ചെയ്യാനും പറ്റും. നമുക്ക് ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമ്മുടെ സെക്കൻഡ് റോ സീറ്റിൻ്റെ ആ ഒരു ഗ്ലാസ് ഏരിയ ഒക്കെ ആണെങ്കിലും വളരെ വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് നമുക്ക് വരുന്നത്. തേർഡ് റോ സീറ്റിൻ്റെ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സെക്കൻഡ് റോ സീറ്റിൻ്റെ കിട്ടുന്ന അതേ ഒരു വലിപ്പത്തിലുള്ള ഒരു തേർഡ് റോ ഗ്ലാസ് ഏരിയ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കത് അവിടുന്ന് നമുക്കിങ്ങനെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ലൈനിങ് ഒക്കെ കൊടുത്ത് വളരെ പ്രീമിയം ആയിട്ട് തന്നെ അത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഒക്കെ ആണെങ്കിലും വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആണ്. നമുക്ക് വരുന്ന LED ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് കിയേൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കാർണിവലിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബട്ടൺ വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ബൂട്ടൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരാൾക്ക് കിടന്നു പോകാനുള്ള സ്ഥലം നമുക്ക് ഇതിൻ്റെ ബൂട്ടിൽ മാത്രം വരുന്നുണ്ട്. ഇഷ്ടം പോലെ സ്ഥലം നമുക്ക് ഇതിനകത്ത് ബൂട്ട് സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ആ ഒരു തേർഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്തില്ലേ പോലും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെയൊക്കെ സ്റ്റോറേജ് ഹബ്ബീസ് വരുന്നുണ്ട്. അതുപോലെ നമുക്കിത് ഫോൾഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതൊന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു തേർഡ് റോ നമുക്ക് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് അതിനകത്ത് നമുക്ക് കിട്ടും. അതുപോലെ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ 12 വോൾട്ടിൻ്റെ സോക്കറ്റ് വരുന്നുണ്ട്. അതുപോലെ AC 115 വാട്ട്സിൻ്റെ നമുക്ക് സോക്കറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബാക്കിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമുക്കിത് ഞാൻ പറയാൻ വിട്ടുപോയൊരു സാധനം, നമുക്ക് ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് ബാക്കിൽ വരുന്നുണ്ട്. അതുപോലെ ഇത് ക്ലോസ് ചെയ്യണമെങ്കിലാണെങ്കിൽ നമുക്കിത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഇലക്ട്രോണിക്കലി നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ മാസീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു കാർണിവൽ. നമുക്കിനി എന്തായാലും സെക്കൻഡ് റോയിൽ നമുക്ക് തുടങ്ങാം. നമ്മൾ സാധാരണ എപ്പോഴും ഫസ്റ്റ് റോയിലാണ് നമ്മൾ പോവാറ്. ഈ പ്രാവശ്യം നമുക്ക് സെക്കൻഡ് റോയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം.
നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് വരുന്ന ലക്ഷറി സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് അകത്ത് കയറിയിട്ട് ബാക്കി നമുക്ക് പറയാം. നമുക്ക് അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു വ്യൂ ആണ്. നമുക്ക് ഇതിനകത്ത് ബ്ലൈൻഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്കിത് വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് കൂൾഡും ഹീറ്റഡ് സീറ്റ്സും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ബട്ടൺസ് നമുക്ക് കാണാൻ പറ്റും. ഇത് മൊത്തത്തിൽ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈന് കാര്യങ്ങളൊക്കെ. അതുപോലെ നമുക്ക് മേളിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് ഗ്രാബ് ഹാൻഡിൽസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ AC വെൻസ് നമുക്ക് അതിൻ്റെ ബ്ലോവേഴ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ AC വെൻസ് വരുന്നത്. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്കിവിടെ LED ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. LED ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്നത് നമുക്കിവിടെ നമുക്ക് ക്യാമറാസ് വരുന്നുണ്ട്. നമുക്ക് ഇതിനകത്ത് ബാക്കിൽ പിള്ളേരൊക്കെ ആയിരിക്കുന്നെങ്കിൽ നമുക്ക് അവരെ കാണാൻ വേണ്ടിയുള്ള ആ ഒരു ക്യാമറ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വോയിസ് നമ്മൾ സംസാരിക്കണമെങ്കിൽ നമുക്കിത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മൈക്കിലൂടെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സെക്കൻഡ് റോയിലാണെങ്കിൽ നമുക്ക് സൺറൂഫ് അവൈലബിൾ ആണ്. അതിനകത്ത് ബ്ലൈൻഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ സെറ്റപ്പുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൺട്രോൾ നമുക്ക് ഇതാ ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഒരു കൺട്രോൾ വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ബ്ലാക്ക് ലെതർ സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതിനകത്ത് നമുക്ക് റെസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ പ്രീമിയം ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇതാ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേന് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. നമ്മൾ മാറ്റുന്നതിനനുസരിച്ച് നമുക്കിവിടെ സീറ്റ്സ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ നമുക്കിത് ഇവിടെ ഈ ഒരു ബട്ടൺസ് കാര്യങ്ങൾ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം. അതുപോലെ ബാക്കിലോട്ടും ഫ്രണ്ടിലേക്കും നമുക്ക് മാറ്റാൻ പറ്റും. അതിൻ്റെ ആ ഒരു ബട്ടൺസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് കാലൊക്കെ പൊക്കി വെക്കണമെങ്കിൽ അത് സിമ്പിളായിട്ട് ഇത് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് കാലൊക്കെ നമുക്ക് പൊക്കി നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ബാക്കിൽ നിന്ന് നമുക്കിത് ബോസ് മോഡാണ്. നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ബാക്കിലുള്ളവർക്ക് സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ബാക്കിലേക്കുള്ള AC-ൻ്റെ കൺട്രോൾസ് വരുന്നത് ഇവിടെയാണ്. നമുക്ക് ഫാൻ സ്പീഡും അതുപോലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്തൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ബാക്കിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും AC 150 വാട്ട്സിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് ഇവിടെ വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു പവർ ഔട്ട്പുട്ട് ഇവിടെ വരുന്നുണ്ട്. സൈഡിൽ നമുക്ക് USB Type A-ൻ്റെ ചാർജിങ് പോർട്ട്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. സൈഡിലേക്കൊക്കെ വരുമ്പോഴും USB Type A-ൻ്റെ നമുക്ക് ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ ഇതാണ് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മാസീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അതിന് പറ്റിയൊരു എന്താ പറയുക അതിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഈ സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇതിനകത്ത് ചെറിയ പേപ്പറൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പുറത്ത് നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമുക്ക് അതിനകത്ത് ബോട്ടിൽ ഹോൾഡേഴ്സ് നമുക്ക് അതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ബാക്കിലേക്ക് പോകാനാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഈ ഒരു വഴി കൂടെ നമുക്ക് പോകാം. അതല്ലെങ്കിൽ നമുക്ക് ഇന്ന പോലെ നമുക്ക് ഇത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് സീറ്റ് ഇങ്ങോട്ടാക്കാം അല്ലെങ്കിൽ അങ്ങോട്ടാക്കാം. അങ്ങനെ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ നടുക്കൂടെ തന്നെ നമുക്ക് ബാക്കിലേക്ക് പോകാൻ പറ്റും. ബാക്കിലെത്തുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ലെഗ് റൂം വരുന്നത്. നിങ്ങൾ കാണുന്ന പോലെ ഒരു ചെറിയ സ്കൂപ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ട് അത്യാവശ്യം ഇടിക്കാണ്ടിരിക്കാൻ വേണ്ടി. പക്ഷെ അത്യാവശ്യം നല്ലൊരു വലിയ കുഴപ്പമില്ലാത്ത നമുക്ക് സ്പേസ് വരുന്നുണ്ട്. ഇത്രത്തോളം നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്നുള്ളൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ ബാക്കിലേക്ക് വരുമ്പോഴത്തേനും ആംറസ്റ്റിൽ നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. USB A വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിലും സൺ ബ്ലൈൻഡ്സ് ഇതാണ്ടോ നമുക്ക് സൺ ബ്ലൈൻഡ്സ് നമുക്ക് ഈ ഒരു 3rd റോ സീറ്റ്സിൽ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്കിവിടെ LED ലൈറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ മേളിലേക്ക് വരുമ്പോഴത്തേനും മേളിൽ നമുക്ക് ഇതാണ് നമുക്ക് ഇതിൻ്റെ AC വെൻസ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതാ ഇതാണ് നമുക്ക് അതിൻ്റെ ഒരു സൺറൂഫ് വരുന്നത്. വലിയൊരു ഗ്ലാസ് ഏരിയ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് സൺറൂഫ് വരുന്നത്. ഒക്കെ ആണെങ്കിലും ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ വളരെ നല്ലൊരു ബ്ലാക്ക് സീറ്റ്സ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെയും മൈക്കൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കണമെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും. അതുപോലെ ഇപ്പുറത്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് ഈ ലൈറ്റ്സ് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ബാക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ലൈറ്റ് നമുക്ക് ഇത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നല്ലൊരു കിടുക്കൻ ഫാമിലി എന്താ പറയുക ഒരു MPV ആണ്. നമ്മുടെ നാട്ടിലെ ഇന്നോവ എങ്ങനെയാണോ അല്ലെങ്കിൽ അതുപോലെ ജനകീയമായ ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു കിയേൻ്റെ കാർണിവൽ. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി ഒരു
സെറ്റപ്പാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് വീലൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു ടെലുറൈഡിലൊക്കെ കണ്ട പോലത്തെ ആ ഒരു സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നത്. ഇത് ശരിക്കും 2023 വേർഷനാണ്. നമുക്ക് പുതിയ വണ്ടികളിലേക്ക് വരുമ്പോഴത്തേനും ചെറിയ ചെറിയ കോസ്മെറ്റിക് ഡിസൈൻ ചേഞ്ചസ് അല്ലാണ്ട് വലിയ ഡിഫറൻസ് വരാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പുതിയ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു കിയൻ്റെ കുറച്ചും കൂടെ പുതിയ അപ്ഡേറ്റഡ് നമുക്ക് ആ ഒരു സെറ്റപ്പുകൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതല്ലാണ്ട് പ്രത്യേകിച്ച് വലിയൊരു എന്താ പറയുക ഇതിനകത്ത് എൻജിൻ വൈസോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് ഡിഫറൻസ് വരുന്നില്ല. പുതിയ വണ്ടിയിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഹൈബ്രിഡ് വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. കുറച്ചും കൂടെ പ്രീമിയം ആണ് വണ്ടി. അതാണ് നമുക്ക് അതിനകത്തൊരു മെയിൻ ഡിഫറൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് എന്തായാലും ഇതിൻ്റെ ഇന്റീരിയർ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഒരു സൈഡ് ഡോർ പാഡിലേക്ക് വരുമ്പോഴത്തേനും നല്ലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉള്ള ഒരു സൈഡ് ഡോർ പാഡാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ ഈ ലോക്ക് അൺലോക്ക് ബട്ടൺ. പിന്നെ നമുക്ക് ഇതിൻ്റെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ഏരിയ ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. മെമ്മറി സീറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഇതിൻ്റെ മെമ്മറി സീറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ഡിസ്പ്ലേൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ലൈറ്റ് കീപ്പ് അസിസ്റ്റൻ്റ് നമുക്ക് ആ ബട്ടൺ വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ബട്ടൺ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. താഴോട്ട് വരുമ്പോഴത്തേനും നമ്മൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സെക്കൻഡ് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അതുപോലെ ഇത് റൈറ്റ് സൈഡിൽ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാം. ഇപ്പുറത്ത് വരുമ്പോഴത്തേനും നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ആ ഒരു ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു പവർ ഡോറ് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാനുള്ള ആ ഒരു ബട്ടൺ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അവിടുന്ന് മേളിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു ട്രിമ്മൊക്കെ കൊടുത്ത് വളരെ നല്ലൊരു പ്രീമിയം ഫിനിഷിൽ തന്നെ ഇത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്കൊരു 3 സ്പോക്ക് ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. കിയൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ വോളിയം കൺട്രോൾ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേന് ക്രൂയിസ് കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസിൻ്റെ ആ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് കാണുന്ന പോലെ നമുക്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് ഇതിനകത്ത് ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമുക്ക് ഇതിൻ്റെ സ്പീഡോമീറ്റർ വരുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് ടാക്കോമീറ്റർ വരുന്നുണ്ട്. നടുക്കായിട്ട് നമുക്കൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി ഒക്കെ ആണെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ ആണെങ്കിലും നല്ലൊരു വലിയ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ബിൽഡ് ഇൻ നാവിഗേഷൻ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാസഞ്ചർ വ്യൂ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ബാക്കിലെ സീറ്റാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഈ ടോക്ക് നൗ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലെ സ്പീക്കറിലൂടെ നമുക്കിപ്പോൾ നമ്മൾ പറയുന്ന അവിടെ കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം എന്തൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാഗൊക്കെ ഇരിക്കുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണോ അപ്പോൾ നിങ്ങൾക്ക് സംസാരിക്കണേ അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതൊക്കെ വളരെ എന്താ പറയുക സ്മാർട്ടായിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു കിയൻ്റെ കാർണിവൽ. പിന്നെ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ടെമ്പറേച്ചർ നമുക്ക് ഇതിനകത്ത് 2 സോൺ ആയിട്ട് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ബാക്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ടിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് സിങ്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇതിൻ്റെ മേളിലൊക്കെ ആയിട്ടാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺസ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. മാപ്പ്, നാവിഗേഷൻ, റേഡിയോ, മീഡിയ അങ്ങനത്തെ എല്ലാം നമുക്ക് ഇതിൻ്റെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് വരുന്നുണ്ട്. മേളിലായിട്ട് അതിൻ്റെ ഒരു സ്റ്റീലിൻ്റെ ഒരു ഫിനിഷൊക്കെ കൊടുത്ത് വണ്ടി നല്ല പ്രീമിയം ആയിട്ട് തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടോഗിൾ ബാറൊക്കെ ആണെങ്കിലും വളരെ പ്രീമിയം ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ടോഗിൾ ബാറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ നമുക്ക് ഇവിടെ AC കൺട്രോൾസിൻ്റെ ആ ഒരു ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. റിയർ ഡീഫ്രോസ്റ്റിൻ്റെ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. അവിടെ നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കിതാ ഇവിടെ USB-Aൻ്റെ 3 നമുക്കിവിടെ പോർട്ട് ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് സുഖമായിട്ട് ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാം. 3 ഡിവൈസസ് അറ്റ് എ ടൈം വേണമെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. താഴെയായിട്ട് നമുക്കിവിടെ അത്യാവശ്യം ഒരു സ്ഥലമൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ഇൻഡക്ഷൻ ചാർജിങ് അവൈലബിൾ ആണ്. അതിൻ്റെ ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അവിടെ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ ഗിയർ ലിവർ നമുക്ക് വരുന്നുണ്ട്. അതിനകത്ത് പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, അതുപോലെ മാനുവലി നമുക്ക് ഓടിക്കണേ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഡ്രൈവ് മോഡ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഈ കാണുന്ന പോലെ തന്നെ ഈക്കോ, സ്പോർട്ട്, സ്മാർട്ട്, നോർമൽ ഇങ്ങനെ നമുക്ക് 4 ഡ്രൈവ് മോഡ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡിസ്പ്ലേയിൽ ചേഞ്ചസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കൂൾഡ് ആൻഡ് ഹീറ്റഡ് സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അത് 3 വേയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് താഴോട്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ടോഗിൾ ബാറാണ് വരുന്നത്. അതൊക്കെയാണെങ്കിൽ നല്ല പ്രീമിയം ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹീറ്റഡ് നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പാർക്ക് അസിസ്റ്റൻ്റ് കാണാൻ പറ്റും. ക്യാമറേൻ്റെ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ക്യാമറേൻ്റെ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്.
ഇപ്പുറത്താണെങ്കിൽ പാസഞ്ചർ സൈഡ് ആണെങ്കിൽ നമുക്ക് അതേപോലെ നമുക്ക് ഹീറ്റഡും കൂൾഡ് സീറ്റ്സ് വരുന്നുണ്ട്, കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോണൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കുത്തി വെക്കണമെങ്കിൽ നല്ല സുഖമായിട്ട് ഇവിടെ വെക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു സ്പേസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ലൊരു സ്പേസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഈ ഒരു കാർണിവൽ നമുക്ക് വരുന്നത്. നമുക്ക് ആംറസ്റ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ആംറസ്റ്റിനകത്ത് ഇഷ്ടം പോലെ സ്ഥലം ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് കോയിനൊക്കെ ഇടാൻ പറ്റുന്ന ഒരു സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ല അത്യാവശ്യം ഇതിൻ്റെ ഒരു അപ്പോൾസ്ട്രി ഒക്കെ ആണെങ്കിൽ നല്ല അപ്പോൾസ്ട്രി ഒക്കെയാണ് വരുന്നത്. അതുപോലെ ഇതാണ് നമ്മുടെ ഈ ഒരു കാർണിവലിൻ്റെ കീ വരുന്നത്. നമുക്കിവിടെ നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ഡോറ് തുറക്കാനുള്ള ബട്ടൺ വരുന്നുണ്ട്, ഓട്ടോ ഹോൾഡ് വരുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ലോക്ക് അൺലോക്ക്, അതുപോലെ നമുക്ക് റിമോട്ട്ലി വണ്ടി ഓൺ ആക്കാനും അതുപോലെ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനും പാനിക് ബട്ടൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കീ ആണ് നമുക്ക് ഈ ഒരു കാർണിവലിൻ്റെ കീ വരുന്നത്. ഫസ്റ്റ് സൈഡിലേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു പ്രീമിയം ഡാഷ്ബോർഡ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പുറ സൈഡിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ലോക്ക് അൺലോക്ക് ബട്ടൺ അവിടെ വരുന്നുണ്ട്, അതുപോലെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടൺ വരുന്നുണ്ട്. താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് ഇത് മൊത്തത്തിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലിംഗ് കൊടുത്തേക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഇത് ബോസിൻ്റെ പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നല്ലൊരു പ്രീമിയം സൗണ്ട് സിസ്റ്റം ആണ്. നമ്മൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ കേട്ട് നോക്കുമായിരുന്നു. നല്ല അടിപൊളി സൗണ്ട് സിസ്റ്റം നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഗ്ലോ ബോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡീസൻറ്റ് സ്പേസ് ഉള്ള ലൈറ്റ് ഒക്കെ വരുന്ന നമുക്ക് ഗ്ലോ ബോക്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് റിയർ വ്യൂ മിറേഴ്സ് വരുന്നുണ്ട്. അതിനകത്ത് ഗരാജ് ഓപ്പണേഴ്സും അതുപോലെ നമുക്ക് ഓട്ടോ ഡിം ഒക്കെ നമുക്ക് വരുന്ന നമുക്കൊരു റിയർ വ്യൂ മിറേഴ്സ് ആണ് വരുന്നത്. അതിൻ്റെ മേളിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഇതിനകത്ത് ലൈറ്റ്സ് വരുന്നുണ്ട്. LED ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് നമുക്ക് സൺറൂഫ് ഫ്രണ്ടിലെയും ബാക്കിലെയും ഞാൻ നേരത്തെ കാണിച്ച പോലെ 2 സൺറൂഫ് വരുന്നുണ്ട്. ആ ഫ്രണ്ടിലെയും ബാക്കിലെയും നമുക്ക് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ബ്ലൈൻഡ്സ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഇലക്ട്രോണിക്കലി തന്നെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ നമുക്ക് ഇതിനകത്ത് പറ്റും. നമുക്ക് ടോ അസിസ്റ്റിൻ്റെയും SOSൻ്റെ ഒക്കെ ബട്ടൺ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഈ ഒരു സൺവൈസർ ഒക്കെ ആണെങ്കിലും നമുക്ക് ഇതിനകത്ത് മിറേഴ്സ് വരുന്നുണ്ട്. അതുപോലെ ലൈറ്റ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പാസഞ്ചർ സൈഡ് ആണെങ്കിലും നമുക്ക് സെയിം ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഈ വണ്ടിക്കകത്ത് 360 ഡിഗ്രി ക്യാമറാസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പാർക്ക് ചെയ്യാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടിട്ടിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് കാണിക്കാം. കാരണം നമുക്ക് ഇത്രയും വലിയ വണ്ടിയാണ്. നമ്മൾ ഇതിൻ്റെ സൈസും ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിൽ കാണിച്ചു തരാം. ഞാൻ അത്രത്തോളം വലിയൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലും ബാക്കിലും പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്, 360 ഡിഗ്രി ക്യാമറാസ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിനകത്ത് ഇതുണ്ടോ, നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓരോ ആംഗിൾസ് നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കാണാനൊക്കെ നമുക്ക് ഇതിനകത്ത് പറ്റും. അങ്ങനെ അതുപോലെ ഇതിൻ്റെ എന്താ പറയുക ഡിസ്പ്ലേ യൂണിറ്റ് ഒക്കെ ആണെങ്കിൽ വളരെ സ്നാപ്പി ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഫാമിലിക്ക് പറ്റിയൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു കാർണിവൽ. ഇഷ്ടംപോലെ സ്ഥലം, ഇഷ്ടംപോലെ സീറ്റ്സ്, അതുപോലെ നമുക്ക് എന്താ പറയുക നമുക്ക് 360 ഡിഗ്രി ക്യാമറാസും എഞ്ചിനൊക്കെ ആണെങ്കിൽ നല്ല പവർഫുൾ എഞ്ചിൻ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഹൈബ്രിഡ് വേർഷൻ നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിലൊരു പാക്ഡ് ആയിട്ടുള്ളൊരു നല്ല കിടുക്കൻ വണ്ടിയാണ് നമ്മുടെ കിയന കാർണിവൽ. നമുക്ക് എന്തായാലും ഒരു ചെറിയ ഡ്രൈവ് പോയിട്ട് വരാം. നമുക്ക് ഡ്രൈവിനകത്ത് നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ വളരെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മഞ്ഞിലൊക്കെ ആണെങ്കിലും മഞ്ഞിൽ കൂടെയാണ് നമ്മളിപ്പോൾ ഓടിക്കാൻ പോകുന്നത്. അപ്പോൾ മഞ്ഞിലൊക്കെ ആണെങ്കിലും വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റും. നമുക്ക് എന്തായാലും പെട്ടെന്ന് നമുക്കൊരു ചെറിയ ഡ്രൈവ് പോയിട്ട് വരാം. നമുക്ക് വണ്ടി ഓടിക്കാനിപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ നമുക്ക് ഇതിൻ്റെ സ്ക്രീന് കാണാൻ പറ്റും. നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഓടിക്കാനൊക്കെ നല്ല കമാൻഡിങ് പൊസിഷനിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കാൻ പറ്റും. ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് ഈ ഒരു വണ്ടി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ഇപ്പം നല്ല മഞ്ഞുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെൻഷനായിട്ടേ നമ്മൾ എപ്പോഴും വണ്ടി കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു വണ്ടി കൊണ്ട് നമുക്ക് പോകുന്ന സമയത്ത് നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോകാൻ പറ്റും. കാരണം നല്ലൊരു എഞ്ചിൻ വരുന്നുണ്ട്, നല്ലൊരു സ്റ്റാൻസാണ് നമുക്ക് അതുപോലെ ഈ ഒരു വണ്ടി നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ഇത്രയും വലിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലൈൻഡ് സ്പോട്ടൊക്കെ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു എന്താ പറയുക ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കാണാനൊക്കെ പറ്റും. അങ്ങനത്തെ ഒരു പ്രശ്നമേ നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. ഓടിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ചവിട്ടി ഞാൻ എടുക്കുന്നില്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല പവറുണ്ട്. നമുക്കിത് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ നല്ല വെയിറ്റ് ഉള്ള ഒരു വണ്ടി കൂടെയാണ്. കാരണം ഇത് ഈ വളവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതൊരു എന്താ പറയുക നല്ലൊരു ഗ്രിപ്പായിട്ട് നമുക്കിത് ഇങ്ങനെ പോകുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ കമൻറ്റിൽ പറയുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.
അതുപോലെ നിങ്ങൾ വണ്ടി എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഏത് ഏരിയ ആണെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. നമ്മളെ എന്താ പറയുക, സ്ട്രാറ്റ്ഫോർഡ് ആണെങ്കിലും അല്ലെങ്കിൽ ലണ്ടൻ, വുഡ്സ്റ്റോക്ക്, അതല്ലെങ്കിൽ അപ്പുറത്തേക്ക് നമ്മൾ മാറുമ്പോൾ മിസിസാഗ, ഹോൾട്ടൺ, ഏതൊരു ഭാഗമാണെങ്കിലും നമുക്ക് അവിടെ നമുക്ക് അത്യാവശ്യം നമുക്കൊരു അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും DM ചെയ്യുക. നല്ലൊരു പ്രൈസിൽ ഞാൻ നമുക്ക് ആൾക്കാരുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്കിവിടെ ആണെങ്കിൽ നമുക്ക് കിയ സ്ട്രാറ്റ്ഫോർഡ് ഉണ്ട്, നിസാൻ സ്ട്രാറ്റ്ഫോർഡ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് മിസിസാഗ ആ ഒരു റേഞ്ചിലേക്ക് പോകുമ്പോഴത്തേനും പ്രിസിഷൻ ഹോണ്ട ഉണ്ട്, പെർഫോമൻസ് ഓട്ടോ ഗ്രൂപ്പിൻ്റെ എല്ലാ റേഞ്ചും നമുക്കുണ്ട്. അതല്ലെങ്കിൽ യൂസ്ഡ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ലണ്ടനിലൊക്കെ ആണെങ്കിൽ യൂസ്ഡ് കാർ ഷോറൂംസ് ഉണ്ട്. ഒരുപാട് എന്താ പറയുക, നമുക്ക് അറിയാവുന്ന ഒരുപാട് ഷോറൂംസ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ DM ചെയ്യുക, നമ്മൾ എന്തായാലും കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. നല്ലൊരു റേറ്റിലും കൂടെ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. നമ്മുടെ സബ്സ്ക്രൈബർ ആണെങ്കിൽ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ഡീലിൽ ഞാൻ ചെയ്തു തരാൻ ഞാൻ മാക്സിമം എന്തായാലും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഫൺ പാർട്ട്, നമുക്കിത് നല്ലൊരു ടൈറ്റ് പാർക്കിങ് നമുക്ക് ചെയ്ത് നോക്കാം. ഇത്രയും വലിയൊരു വണ്ടിയാണ്, ഇതിപ്പോൾ ഇങ്ങനെയുണ്ട് പാർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് പാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒറ്റ ടേക്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ക്ലിയർ ആയിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ലൈൻസ് കാണത്തില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് മൊത്തം സ്നോ ആയതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ പാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പാർക്കിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യുക, നമ്മൾ DM ചെയ്യുക. നല്ലൊരു കിടുക്കൻ വണ്ടിയാണ് നമ്മുടെ ഈ ഒരു കിയൻ്റെ കാർണിവൽ വരുന്നത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കാനഡയുള്ള ആൾക്കാരാണെങ്കിൽ നാട്ടിലുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ കാനഡയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക്